ജീവിതത്തിന്റെ കഷ്ടതയുടെ കാലത്ത് കിട്ടിയത് മുഴുവൻ ഈ സാരി മേടിച്ചും തുണി മേടിച്ചും ആഹാരം കഴിച്ചും ആഡംബരത്തോടെ കഴിക്കാതെ ഇല്ലാത്ത കാലത്ത് ദൈവത്തിന്റെ പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഒരു ഓഹരിക്ക് നീ അർഹനാകുന്നത്. ഓഹരി എന്ന് പറഞ്ഞൊരു വലിയ കമ്പനിയിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അവരുടെ ലാഭവിഹിതത്തിന്റെ ഒരു ഓഹരി കമ്പനി സ്വത്രം ആണ്ടുതോറും നമ്മുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്നു. അങ്ങനെയല്ല ഇവിടുത്തെ എക്കണോമിക്കലായിരിക്കുന്ന സ്റ്റാറ്റസ് നമ്മുടെ ഓർപ്പിക്കുന്നത്. ആരും അറിയാതെ നീ ദൈവരാജ്യത്തിന്റെ പങ്കാളിയായിട്ടുണ്ടെങ്കിൽ, ആരും അറിയാതെ ഒരു ദൈവദാസന് നീ പങ്കാളിത്തം കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിന്റെ ആഹാരത്തിന് ഒരു ഓഹരി കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിന്റെ പഴയ വസ്ത്രമാണെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു കുഞ്ഞിനെ പഠിപ്പിക്കാൻ നീ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാടക കൊടുക്കാൻ ഒരു കൊല്ലം സഹായിച്ചിട്ടുണ്ടെങ്കിൽ, അതിന്റെ ഒരു ഓഹരി സ്വർഗത്തിലെ ദൈവം ചിലർക്ക് വേണ്ടി തരാൻ കരുതിയിരിക്കുന്ന നാളുകളാണ്. ജീവിതത്തിന്റെ കഷ്ടതയുടെ കാലത്ത് കിട്ടിയത് മുഴുവൻ ഈ സാരി മേടിച്ചും തുണി